കേരളത്തിലെ ഉള്ളൊരു ഡ്രഗിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പെടുത്തുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏത് കുഗ്രാമത്തിലും 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ ഏത് തരത്തിലുള്ള ഡ്രഗ് അവൈലബിൾ ആണ്. അത്രയും വലിയ നെറ്റ്വർക്കാണ്. ഇതിൻ്റെ അപകടം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഗ്യാങ്ങിൽ 50 പേരെ ഉള്ളതെന്ന് വെച്ചൊരു ഗ്യാങ്ങിൽ അടുത്ത വർഷം 500 പേരാണ്, പിറ്റേ വർഷം 5000 പേരാണ്. അല്ല, ക്യാച്ച് ദ യങ് എന്നാണ്. അത് അവരാണ് ഏറ്റവും നന്നായി നടപ്പാക്കുന്നത്. 8ലും 9ലും പഠിക്കുന്ന കുട്ടികളെ തൊട്ട് അവർ ക്യാച്ച് ചെയ്യുക, എന്നിട്ട് അവരെ നേരത്തെ ഇതിന് അഡിക്റ്റ് ആക്കുകയാണ്. അഡിക്റ്റ് ആക്കിയിട്ട് പിന്നെ ഇവരിൽ പൈസ ഇല്ലാതാകുമ്പോൾ അവരെ കാരിയേഴ്സ് ആക്കുക. എൻഫോഴ്സ്മെൻ്റാണ്. പോലീസിൻ്റെ എക്സൈസിൻ്റെയും ജോലി അവയർനെസ് അല്ല, എൻഫോഴ്സ്മെൻ്റാണ്. ഇതിപ്പോൾ പിടിക്കുന്നുണ്ട് കേസ്. ആരെയാണ്? ലാസ്റ്റ് കണ്ണിയാണ്, ഇത് ഉപയോഗിക്കുന്നവനെയാണ്. അവൻ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിർത്തി ജാമ്യത്തിൽ പോകും. അവൻ പുറത്ത് പോയിട്ട് ആ 3 മണിക്കൂർ നിന്നതിൻ്റെ 3 കൂടി വലിക്കും. സോഴ്സ് ടാപ്പ് ചെയ്യണം. എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത് വരുന്നത്? ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത്? ട്രെയിനിലാണോ വരുന്നത്? ബൈ റോഡാണോ വരുന്നത്? കടലിൽ കൂടിയാണോ വരുന്നത്? എവിടെ നിന്നാണ് ഇതിൻ്റെ സപ്ലൈ? അതന്വേഷിച്ച് പോകും. അതിനുള്ള സംവിധാനം കേരളത്തിൽ വേണം. ആ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തിയാൽ നമുക്കിതിനെ തകർക്കാം. അപ്പോൾ കേരളത്തിലേക്ക് ഇത് സപ്ലൈ ചെയ്താൽ പണി കിട്ടും എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്.